നമസ്കാരം, ഇത് IBN മലയാളം. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാനത്തിന് ഇന്ന് 3 ആണ്ട്. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ സദസ്സിൽ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ സംസാരിക്കും. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. രാവിലെ 6:30 പഴയ തിരുമല NS കലാമന്ദിറിൽ RSS ശ്രദ്ധാഞ്ജലി സാംഘിക് നടക്കും. മുതിർന്ന പ്രചാരകൻ സേതു മാധവൻ പങ്കെടുക്കും. 2021 ഡിസംബർ 19 രാവിലെ 6:30 ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി രഞ്ജിത്തിനെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ കൊലപ്പെടുത്തിയത്. അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലായിരുന്നു നിഷ്ഠൂരമായ കൊലപാതകം. കേസിൽ 1ാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പേർക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 വധശിക്ഷ വിധിച്ചു. 2ാം ഘട്ട കുറ്റപത്രം ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ശിക്ഷയ്ക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. എക്കാലവും ദേശീയ പ്രസ്ഥാനങ്ങളുടെ മുൻനിര പ്രവർത്തകനായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ. ആലപ്പുഴ മുല്ലക്കൽ ശാഖ സ്വയം സേവകനായിരുന്ന രഞ്ജിത്ത് പിന്നീട് ഭാരതീയ അഭിഭാഷക പരിഷത്ത്, ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം, BJP എന്നീ പ്രസ്ഥാനങ്ങളിലൂടെ വ്യത്യസ്ത ചുമതലകളും വഹിച്ചു. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. സംഘ സ്വയം സേവകൻ എന്നറിയപ്പെടാനായിരുന്നു രഞ്ജിത്ത് ഏറെ ആഗ്രഹിച്ചത്. തൻ്റെ കുടുംബം സംഘബോധത്തിലൂടെ യാത്ര ചെയ്യണമെന്നും രഞ്ജിത്ത് ആഗ്രഹിച്ചു. 2 പെൺമക്കളെയും ഭാര്യയും തൻ്റെ വഴിയിലൂടെ തന്നെ കൈപിടിച്ച് നടത്തി. രഞ്ജിത്തിൻ്റെ മരണശേഷവും അവർ കൂടുതൽ ഉറപ്പോടെ ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. വൃദ്ധമാതാവ്, ഭാര്യ, സ്കൂൾ വിദ്യാർത്ഥിനികളായ 2 മക്കൾ എന്നിവരുടെ ഏക ആശ്രയമായിരുന്ന കുടുംബനാഥനെയാണ് രാഷ്ട്രീയ വിരുദ്ധരായ മതഭീകരർ അരുംകൊല ചെയ്തത്. കൊല ചെയ്യേണ്ടവരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നടപ്പാക്കിയ ശേഷമായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.